കസിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് സാരി എടുക്കാൻ വേണ്ടി വന്നതാണ്. നല്ല ഭംഗിയുണ്ടല്ലോ കേട്ടോ. ലാസ്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്തത് ഞങ്ങളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട്. ഇന്ന് നമുക്കൊരു സാരി പർച്ചേസിന് പോയാലോ? എനിക്ക് തോന്നണില്ലേ, ഞാൻ കാർത്തിയുടെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ സാരീസ് ഒന്നും മേടിച്ചിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത മാസം എൻ്റെ കസിൻ്റെ കല്യാണം വരണം കേട്ടോ. ഒരു കസിൻ്റെ കല്യാണം ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ കോയമ്പത്തൂർ. ഇനി അടുത്ത കസിൻ്റെ കല്യാണം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സാരി ഉടുക്കാമെന്ന് വിചാരിച്ചു, അതും പട്ടുസാരി തന്നെ ഉടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ പട്ടുസാരി നോക്കാൻ വേണ്ടി പോകുവാണ്. അതിന് മുന്നേറ്റ് നമുക്ക് കംപ്ലീറ്റ്ലി ഒന്ന് റെഡി ആയിട്ട് ഇറങ്ങാം കേട്ടോ. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ സ്കിന്നിന് പെർഫെക്റ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ കണ്ടുപിടിക്കുക എന്നുള്ളത്? കാരണം വരണമില്ല കേട്ടോ, എല്ലാ മോയ്സ്ചറൈസറും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്പാണ് വരുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ എൻ്റെയൊക്കെ സ്കിന്നാണെങ്കിൽ ഇപ്പോൾ വിൻ്ററിലൊരു പോലെ, അതുപോലെ തന്നെ സമ്മറിലൊരു ടൈപ്പ്, അങ്ങനെ നമ്മുടെ സ്കിന്ന് തന്നെ മാറിക്കൊണ്ടിരിക്കും. ചില ദിവസങ്ങളിൽ സ്കിന്നില്ല ഭയങ്കര ഡ്രൈയും ഡീഹൈഡ്രേറ്റഡും ആയിരിക്കും കേട്ടോ. പക്ഷെ ചില ദിവസങ്ങളിൽ ഓയിലി ആയിരിക്കും. മോസ്റ്റ് ഓഫ് കോമ്പിനേഷൻ ടൈപ്പ് ഓഫ് സ്കിന്നാണ് കേട്ടോ എനിക്കുള്ളത്. പിന്നെ അത് മാത്രമല്ല, ഇതൊക്കെ കൊണ്ട് തന്നെ ഞാനില്ലേ മോയ്സ്ചറൈസർ എല്ലാം ഫിക്സ് ചെയ്യുമെന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഞാൻ മാറ്റി. സ്കിന്ന് ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുന്ന സമയങ്ങളിൽ ഞാൻ യൂസ് ചെയ്യാനായിട്ട് ഈ ക്ലിനിക്കിൻ്റെ മോയ്സ്ചർ സർജ്. കാരണം ഇതൊട്ടും തിക്കല്ല, പെട്ടെന്ന് തന്നെ സ്കിന്നെ ഹൈഡ്രേറ്റഡും ആക്കും. അത് മാത്രമല്ല കേട്ടോ, സ്കിൻ ബാരിയർ ഇത്ര ഇറിറ്റേറ്റഡ് ആയിട്ട് സെൻസിറ്റീവ് ആയിട്ടൊക്കെ ഇരിക്കണമെങ്കിൽ ഞാൻ ഇതാണ് യൂസ് ചെയ്യണേ. എവറിഡേ യൂസിനാണെങ്കിലേ ഈ ഗാർണിയറിൻ്റെ വിറ്റമിൻ സി മോയ്സ്ചറൈസർ ഒരു സേഫ് ഓപ്ഷൻ ആട്ടോ. ഇത് സ്കിന്നെ നന്നായിട്ട് ഹൈഡ്രേറ്റും ചെയ്യും. ഓൾസോ നമ്മുടെ സ്കിന്നില്ലേ ഭയങ്കര ലൈറ്റാണ്. നമുക്ക് ലെയർ ചെയ്താൽ തന്നെ ഇല്ലേ നമ്മുടെ സ്കിൻ ഒട്ടും തന്നെ ഗ്രീസി ആയിട്ടുണ്ടാവില്ല കേട്ടോ. അത് മാത്രമല്ല, ഈ ഒരു വെതറിൽ നമുക്ക് ഹെവി മോയ്സ്ചറൈസർ ഡ്യൂറിങ് ദ ഡേ യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതിൽ വിറ്റമിൻ സിയും ഹാൽറോണും നിയാസിനമൈഡും BHA ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ സ്കിന്നെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും. ഓൾസോ സ്കിന്നെ ബ്രൈറ്റർ ആക്കിയും ഫ്രഷർ ആക്കിയും തോന്നിക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ ഈ മോയ്സ്ചറൈസർ സ്കിന്നെ ലെസ് ഓയിലി ആക്കി ആട്ടോ വെക്കണം. ഇനി നമുക്ക് പയ്യെ മേക്കപ്പ് ചെയ്യാം. മേക്കപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നന്നായിട്ട് സ്കിന്നിലേക്ക് അബ്സോർബ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ മോയ്സ്ചറൈസർ. അതുപോലെ തന്നെ ഇങ്ങനെ ഓയിലി ആയിട്ടൊന്നും ഇരിക്കാനുള്ള നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മോർണിംഗ് റുട്ടീനിലോ അതുപോലെ തന്നെ നൈറ്റ് റുട്ടീനിലോ ഒക്കെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഈ മോയ്സ്ചറൈസർ. ഇത് ഡോക്ടർ ഷെറ്റ്സിന്റെ മോയ്സ്ചറൈസർ ആട്ടോ. നമുക്ക് ടീ സോണിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാമേ. കുറച്ച് ഓയിലി ആയിട്ടൊക്കെ ഇരിക്കുന്ന ദിവസങ്ങളിലാണെങ്കിൽ എനിക്ക് ഈ ഡോക്ടർ ഷെറ്റ്സിന്റെ മോയ്സ്ചറൈസർ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇത്തിരി മാറ്റും ലൈറ്റ് വെയിറ്റും ഒക്കെ, അതുകൊണ്ട് തന്നെ സ്കിന്ന് പെർഫെക്റ്റ് ആയിരിക്കും ആ ദിവസങ്ങളിൽ. നിങ്ങൾക്ക് എവറിഡേ യൂസ് ആണെങ്കിൽ ഈ ഗാർണിയറിന്റെ വിറ്റമിൻ സി മോയ്സ്ചറൈസർ നല്ലൊരു ഓപ്ഷൻ ആട്ടോ. പിന്നെ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മോയ്സ്ചറൈസർ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിൻ കൺസേൺസ് അനുസരിച്ച് മാത്രം ചൂസ് ചെയ്യുക. കാരണം എല്ലാ സ്കിന്നും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ പ്രത്യേകം ഓർത്ത് വെക്കുക. അപ്പോൾ നമുക്ക് വേഗം റെഡി ആയിട്ട് ഷോപ്പിംഗ് പോവാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ കസിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് സാരി എടുക്കാൻ വേണ്ടി വന്നതാണ്. യൂഷ്വലി ഞാനിവിടെ വരാൻ നേരത്തില്ലേ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മനസ്സിലുണ്ടാവും കേട്ടോ. ട്രഡീഷണൽ പട്ട് സാരി വേണം, അല്ലെങ്കിൽ ഇന്ന കാഞ്ചീപുരം വേണം, എന്തെങ്കിലുമൊക്കെ മനസ്സിൽ വെച്ചിട്ട് വരാറ്. പക്ഷേ ഇന്ന് എനിക്ക് അങ്ങനത്തെ യാതൊരുവിധ ഐഡിയ ഇല്ല. നല്ലൊരു സാരി എടുക്കണം, അതും എൻ്റെ കളക്ഷനിലേക്ക് വെക്കാൻ പാകത്തിന് നല്ല ഭംഗിയുള്ളൊരു സാരി എടുക്കണം എന്നാട്ടോ വിചാരിക്കുന്നത്. ട്രഡീഷണലാണ് നല്ലത് കിട്ടുന്നതെങ്കിൽ അതെടുക്കും. പ്രത്യേകിച്ച് എൻ്റെ കയ്യിൽ ഇപ്പം മെറൂൺ, ഗ്രീൻ ഇതൊക്കെ യൂഷ്വലി ഉള്ള ഷെയ്ഡുകളാണ്. അപ്പോൾ അതല്ലാണ്ട് എന്തെങ്കിലും റെയർ കളേഴ്സ് കാണുകയാണെങ്കിൽ എടുക്കാം. പിന്നെ എനിക്കിപ്പോൾ ഈ ഇടയായിട്ട് ടിഷ്യൂ സിൽക്കിലേക്ക് ഒരു ചായവുണ്ട് കേട്ടോ. ചിലപ്പോൾ ഞാൻ എടുത്ത് വരുമ്പോഴത്തേക്കും ടിഷ്യൂ സിൽക്ക് ആവാം. നമുക്ക് നോക്കാമല്ലോ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ഒരു എക്സ്പെക്റ്റേഷൻസും ഇല്ല. ലെറ്റ്സ് സീ. ട്രഡീഷണൽ പട്ട് സാരിയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഓർക്കണ്ടോ, ഈ സെക്ഷനിൽ നിന്ന് ഞാൻ ലാസ്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്തത് ഞങ്ങളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് റിലേറ്റീവ്സിന് കൊടുക്കാൻ വേണ്ടി സാരീസ് എടുത്തിട്ടുണ്ടായിരുന്നേ. അന്നാണ് ഞാൻ ഈ റേഞ്ചിലുള്ള സാരി എടുത്തത്. ഇത് അനന്തുവിൻ്റെ ചേച്ചി എടുത്ത സാരി കേട്ടോ. ഞാൻ ഇപ്പോഴും ഓർക്കേണ്ട ഈ കളർ കോമ്പിനേഷൻ അല്ല. അപ്പോൾ ഈ മെറ്റീരിയൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. കാരണം ഇത് ഭയങ്കര സോഫ്റ്റാണ്. ഇതെന്ത് മെറ്റീരിയലാണ്? കാഞ്ചീപുരം പട്ട്. സോഫ്റ്റ് സിൽക്കാട്ടോ ഇത് വരുന്ന മെറ്റീരിയൽ. നല്ല ഭയങ്കര ഉടുത്താൽ ഭയങ്കര അടിപൊളിയായിട്ടിരിക്കും എന്നുള്ളതാട്ടോ ഇതിൻ്റെ പ്രത്യേകത. അതും ആ ഒരു ട്രഡീഷണൽ ലുക്കൊക്കെ തരാൻ വേണ്ടി ഭയങ്കര നല്ല സാരി. ഈ കോമ്പിനേഷൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ എടുത്തോ. അടിപൊളി സാരി. അടിപൊളി കളർ കോമ്പിനേഷൻ ആട്ടോ. നോക്കി, കോഫി ബ്രൗണും അതുപോലെ തന്നെ ഈ ഒരു ഷെയ്ഡ്. എന്ത് ഷെയ്ഡാണത്? ലൈറ്റ് ബ്രൗണോ അങ്ങനെ പറയാൻ വേണമെങ്കിൽ. നല്ല ഭംഗിയുണ്ടല്ലോ കേട്ടോ. നല്ല രസമുണ്ട് ഈ സാരി. പക്ഷെ ഇതിനേക്കാൾ എനിക്ക് ബോർഡർ ഇഷ്ടപ്പെട്ടു. ഞാൻ എപ്പോഴും സാരി എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഒന്നില്ലെങ്കിൽ ഒരു ട്രഡീഷണൽ ഈ ബോർഡർ ഇല്ലേ, അല്ലെങ്കിൽ ചെക്സ് ആയിരിക്കും എടുക്കണത്. അത് ഇവിടെ നിന്ന് സാരി എടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച്. ഇത് കണ്ടോ എന്ത് രസമാണെന്ന് നോക്കി ബോർഡർ. ഇതിൻ്റെ ഒരു ചെക്കും ഈ ഒരു ഡബിൾ റിബൺ ബോർഡർ എന്നാട്ടോ ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈൻ പറഞ്ഞതാണ് ഞാൻ ഗംഗയുടെ പാണ്ടീനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ തന്നെ ഇത് കണ്ടോ പ്ലെയിൻ ആയിട്ടുള്ള ബോഡിയും വിത്ത് ഈ ഒരു കോമ്പിനേഷൻ. ഈ രക്ഷയില്ലാത്ത കോമ്പിനേഷൻ, അടിപൊളി. ഇതിനേക്കാളും ബ്രൈറ്റാ? ഇല്ല, സെയിം സൈഡ് അല്ലേ?
എനിക്ക് എപ്പോഴും ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ ഡബിൾ ബോർഡർ സാരി എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. അതും ഏകദേശം സിമിലർ ഷെയ്ഡാണ് രണ്ടും, പക്ഷേ ബ്രൗൺ ആണ് കേട്ടോ ബോർഡർ വന്നിട്ടുള്ളത്. നമുക്ക് എന്തായാലും വെച്ച് നോക്കാം. ഞാൻ ഈ സാരീസ് കാണുമ്പോഴത്തേക്കും ഇല്ലേ നമ്മുടെ അമ്മമാർക്ക് ഉണ്ടാവില്ലേ പണ്ട് സാരി, അതുപോലെ ഉണ്ട് കേട്ടോ. ആ ഒരു വിൻറ്റേജ് ലുക്കൊക്കെ ഉള്ള ഒരു സാരി ഇതുണ്ടോ. നേരത്തെ വെച്ചതാട്ടോ എനിക്ക് ആദ്യം ഇഷ്ടപ്പെട്ടത്. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ വെച്ച് നോക്കാം. നമ്മളൊരു ഇത്തിരി ബ്രിക്ക് റെഡ് ഷെയ്ഡും അതുപോലെ തന്നെ ഈ ഒരു കോഫി ബ്രൗണും കൂടിയുള്ള കോമ്പിനേഷനാണ്. സെയിം പാറ്റേൺ തന്നെ. ഡിഫറൻസ് അറിയണില്ല കേട്ടോ, കാരണം നമ്മുടെ ബോർഡർ പോർഷൻ ഇത് വരണ കൊണ്ടിട്ട് വലിയ ഹ്യൂജ് ഡിഫറൻസ് ഇല്ല. പക്ഷേ ബോഡി പോർഷൻ വേറെ കളറാണ്. നല്ല ട്രഡീഷണൽ സാരി കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടേക്കണം ഇതിൻ്റെ മെറൂൺ ബോർഡർ ആട്ടോ. മെറൂണും മാമ്പഴം മഞ്ഞയും OG കോമ്പിനേഷൻ. ഇത് കൊള്ളാട്ടോ, ഇതൊരു വെറൈറ്റി കോമ്പിനേഷനാണ്. വൈറ്റിൽ വന്നിട്ട് ബ്ലാക്ക്. നല്ല മയൂരം വർക്ക് അങ്ങനെയല്ലോ. ഒരിടയ്ക്ക് എൻ്റെ സൽവാർ മുതൽ സാരി വരെ നിങ്ങൾ നോക്കിയാൽ കാണാം ഈ ഒരു ടെമ്പിൾ ഡിസൈനാണ് കേട്ടോ. ഇവൻ സെറ്റ് മുണ്ടിൽ ഭയങ്കര ഭംഗി. ഇത് വരാൻ നേരത്തെ ഈ ഒരു ടെമ്പിൾ ഡിസൈൻ നമ്മുടെ ട്രഡീഷണൽ ലുക്ക് തരാനായിട്ട് ഭയങ്കര അടിപൊളിയാണ് ഈ ഡിസൈൻ. കട്ടി വരുമല്ലേ മദ്രാസ് ചെക്സ് വരുമ്പോൾ. ഇത് വാഷ് ചെയ്യുമ്പോൾ പോകും. അപ്പോൾ ഇത് ഡ്രൈ ക്ലീൻ ചെയ്യുമ്പോൾ ആണോ? ഇപ്പോൾ ഭയങ്കര ട്രെൻഡിലുള്ളതാട്ടോ മദ്രാസ് ചെക്സ്. ഇതുണ്ടോ, നല്ല ഭംഗിയിൽ കാണാനായിട്ട്. കുറേ കളേഴ്സിൻ്റെ ചെക്ക് പാറ്റേൺ ആട്ടോ. വിത്ത് ഈ ഒരു സാരിക്ക് വന്നിട്ട് ബോർഡർ വന്നിട്ട് ഒരു മെറൂണും അതിൻ്റെ കൂടെ ഗോൾഡൻ വർക്കുമാണ്. പക്ക ട്രഡീഷണൽ ഡിസൈൻസും കാര്യങ്ങളും എല്ലാം നന്നായിട്ടുണ്ടല്ലേ. ഞാൻ ഈ കണ്ടിന്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാരി കട്ടിയാന്ന് കേട്ടോ. കാരണം എനിക്ക് ലൈറ്റ് ഫാബ്രിക്കാണ് ഇഷ്ടം. പക്ഷേ ഈ ഒരു ടിഷ്യൂലൊക്കെ വരാൻ നേരത്ത് ഇത്രയും ഇത് വരും കേട്ടോ. എനിക്കാട്ടോ ഒരു ഒട്ടിക്കിടക്കുന്ന ടൈപ്പ് ഇഷ്ടം. നിങ്ങൾക്ക് ഇങ്ങനെ പട്ടുസാരിയിൽ വരുമ്പോഴത്തേക്ക് ഇതാണ് ഫാബ്രിക് വരുന്നത്. പക്ഷെ ഭയങ്കര രസമായിട്ടാണ് കാണാനായിട്ട്. ഇത് ഞാൻ എൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് എടുക്കാൻ വന്നപ്പോഴത്തേക്കും അമ്മൂനും അമ്മയ്ക്കൊക്കെ നോക്കിയ സാരിയാണ്. എനിക്ക് തോന്നുന്നു അമ്മ ഈ ഒരു റേഞ്ചിൽ നിന്നാണ് സാരി എടുത്തത്. ഇത് വന്നിട്ട് ഗോൾഡും പിങ്കും കൂടിയുള്ള കോമ്പിനേഷൻ. ഇവിടെ രണ്ട് കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല, അവിടെ പച്ചയും ഇവിടെ മെറൂണും കൂടി വരണം. നല്ല സാരിയല്ലേ. ജസ്റ്റ് പാസ് ചെയ്തപ്പോൾ കണ്ട സാരിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതും അഫോർഡബിൾ റേഞ്ച് ആട്ടോ. ഇത് നല്ല ഭംഗിയില്ലേ. വയലറ്റും കൊള്ളാം, അതുപോലെ റെഡും കൊള്ളാം. അവിടെ വേറെയും കുറച്ച് കളേഴ്സ് ഉണ്ട് കേട്ടോ, അതും കൂടി നോക്കട്ടെ. റേഞ്ച് വന്ന സാരി ആട്ടോ. ഞാൻ നേരത്തെ നോക്കിയത് ഇപ്പോൾ 23 അതുപോലെ 10 ഒക്കെയാണ്. അത് പ്യുവർ ടൈപ്പ്. ഇതെന്ത് ഫാബ്രിക്? അത് ബിന്നി സിൽക്ക്. ഓ, മൈസൂർ സിൽക്കിൻ്റെ ഇമിറ്റേഷൻ ആണ് കേട്ടോ പറഞ്ഞത്. പക്ഷേ ഇല്ലേ ഭയങ്കര കോസ്റ്റ്ലി സാരി പോലെയാണ്. ഞാൻ മാനിക്യൂരിലൊക്കെ കണ്ടപ്പോൾ ഞാൻ ഏകദേശം ഓർത്ത് ഒരു 20-21 ഒക്കെ റേഞ്ച് ആയിരിക്കും എന്ന് ഓർത്തേ. പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായത് ഇത് 3000 ഉള്ളൂ. പക്ഷെ നല്ല രസമല്ലേ കാണാനായിട്ട്. നല്ല കേട്ടോ. ഇത് ഹൈറ്റ് തോന്നിക്കാൻ വേണ്ടി ഭയങ്കര നല്ലതാണ്. ക്രേപ്പ് ബനാറസി സാരി കേട്ടോ. ഇതിൻ്റെ ഈ ഒരു വീവിങ് പാറ്റേൺ ഇല്ല, ഭയങ്കര മെർജ് ആയിട്ടുണ്ട്. ഡിസൈനും ആ ഒരു ഫാബ്രിക്കും കൂടി. നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഈ സെയിം ബ്ലൗസ് ഇടണേക്കാളും ഒരു കോൺട്രാസ്റ്റ് ബ്ലൗസ് സ്ലീവ്ലെസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. കാരണം ഇതിൽ വേറെ കളേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുറേയേറെ കോൺട്രാസ്റ്റ് കളേഴ്സിൻ്റെ കൂടി ഇത് സ്റ്റൈൽ ചെയ്യാം. ഈവൻ ഇത് സെയിം തന്നെ ഇട്ടിട്ട് നമ്മൾ ആക്സറീസ് ആണെങ്കിലും കളർഫുള്ളായിട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. യെല്ലോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഭയങ്കര രസമുള്ള കളറും. ഇതുവരെ എനിക്ക് യെല്ലോ സാരി ഇല്ല കേട്ടോ. ചിലപ്പോൾ ഇതായിരിക്കും എൻ്റെ ആദ്യത്തെ സാരി. ഇത് ഏകദേശം 3000 റേഞ്ചിൽ വരുന്ന സാരി കേട്ടോ. പക്ഷേ ഈ കളറില്ല, ഇത് മാനിക്യൂരിൽ ഇട്ടേക്കുന്ന സെയിം സാരി തന്നെ. പക്ഷേ ഈ കളർ നല്ല ഭംഗിയുണ്ട്. നല്ലൊരു വയലറ്റ് കളർ. അത് മാത്രമല്ല എനിക്കിതിൻ്റെ ഫ്ലോ ആയിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഫാബ്രിക്കിൻ്റെ ഭയങ്കര ഇങ്ങനെ
ഇങ്ങനെ പറന്ന് കിടക്കുന്ന സാരി പോലെയല്ല, ഇത് നല്ല ഒതുങ്ങി കിടക്കുന്ന സാരിയാണ്. ഷെയ്ഡ് അടിപൊളി. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് എനിക്ക് പ്രത്യേകിച്ച് ഐഡിയ ഒന്നും ഇല്ലാണ്ട് വന്നേക്കണമുണ്ട്. ഇങ്ങനെ എല്ലാ സെക്ഷനിലും കൂടി പോവുക കേട്ടോ, ഏതാണ് നല്ല സാരി എന്നൊക്കെ. ഈ സാരിയുടെ കാര്യം അൺഎക്സ്പെക്റ്റഡ് ആട്ടോ. നമുക്ക് എവിടെ നിന്നാണ് കിട്ടണമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്കില്ലേ, സാധാരണ ഒരു സാരി ആയിരിക്കും പെട്ടെന്ന് കണ്ണിലുടക്കിയിട്ട് ഇഷ്ടപ്പെടണം. ചിലപ്പോൾ അതിൻ്റെ കളറായിരിക്കാം, ആ ഒരു ബോർഡറിൻ്റെ വർക്കായിരിക്കാം, നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ലേ. ഇത് നല്ല രസമുണ്ടല്ലേ സാരി. ബനാറസ് ടിഷ്യൂ. ഇതല്ലേ ബ്ലൗസ്. എനിക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതും കൂടി വെച്ച് കാണിച്ചു തരും. ബനാറസി ടിഷ്യൂ സാരി ആട്ടോ. ഞാനൊരു പ്ലെയിൻ ഫാബ്രിക് കണ്ടിട്ട് എടുത്തതാട്ടോ. ഈ പ്ലെയിൻ ഒരു ഡിസൈൻ കണ്ടിട്ട് എടുത്തതാണ്. ആ ഒരു ഷൈനും ആ ഒരു ഫിനിഷൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ സീസണിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ടിഷ്യൂ ഫാബ്രിക് കേട്ടോ. ഇനിയിപ്പോൾ ഒരു സാരിയും കൂടി ഞാൻ ടിഷ്യൂ നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് ടിഷ്യൂ ബനാറസി ആട്ടോ. ഇതും നല്ല സാരിയാണ്. പക്ഷെ എൻ്റെ മനസ്സിലെ പ്യുവർ ടിഷ്യൂ, ആ ഒരു ഫ്ലോ, ആ ഒരു ഓർഗൻസ്, ആ ഫീലൊക്കെ തോന്നണം, ആ ഒരു ഷീനില്ലേ, അതാണ് എനിക്കിഷ്ടം. ഇതും നല്ല സാരിയാണേ. കോട്ടൺ സാരീസ് ആട്ടോ ഇത് മുഴുവൻ. അതും കല്യാണി കോട്ടൺ എന്നാണ് പറഞ്ഞ്. കുഞ്ഞു ചെക്ക് ഡിസൈൻസേ. പ്യുവർ ടിഷ്യൂ സാരി ആട്ടോ ഇത്. നല്ല ഭംഗിയിലാണ് കാണാനായിട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കസിൻ്റെ കല്യാണത്തിന് ഇതിൻ്റെ തന്നെ ഒരു സ്കിന്നിനോട് ചേർന്ന ഷെയ്ഡായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്താണെന്നറിയില്ല, ഈ ഫാബ്രിക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമ്മളൊരു അത്യാവശ്യം ബോട്ടണൊക്കെ വെച്ചിട്ട് കുറച്ചിങ്ങനെ ഫ്രണ്ട് ഓപ്പണൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഭംഗിയായിട്ട് ഇത് കാണാനായിട്ട്. പ്രത്യേകിച്ച് ഭയങ്കര ആക്സറീസിൻ്റെ ആവശ്യമില്ല, ലൈറ്റായിട്ട് ആക്സറി ചെയ്താലും മതി. കാരണം സാരി തന്നെ ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ലൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള ലുക്ക്. എനിക്ക് ഇവിടെ വന്നപ്പോഴത്തേക്കും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സാരിയാണ്. ഇതിൽ വന്നിട്ട് ലാവൻഡർ ബോർഡറാണ് വരുന്നത്. നല്ല ഭംഗിയിലാണ്. ഭയങ്കര ലൈറ്റായിട്ടുള്ള ഫാബ്രിക് ആട്ടോ. യൂഷ്വലി എനിക്ക് സാരി ഡ്രേപ്പ് ചെയ്യാനായിട്ട് ആരുടെയെങ്കിലും ഹെൽപ്പ് വേണ്ടി വരാറുണ്ട്. പക്ഷേ ഈ ഒരു മെറ്റീരിയൽ ആണെങ്കിലല്ലേ എനിക്ക് തനിയെ സാരി ഉടുക്കാം. അതും 1 ലെയർ ആണെങ്കിലേ അവിടെ കിടന്നോളും, എടുത്തെടുത്ത് കിടന്നോളും. അത്ര അടിപൊളി സാരിയാണ്. ഈ സാരി തന്നെ ആട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു ലാവൻഡർ ബോർഡർ വന്നിട്ടുള്ള ഫുൾ ടിഷ്യൂ വരുന്ന സാരിയാണ്. ഞാൻ ഒരു സാരി എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളെ ഗസ് ചെയ്യും ഞാൻ ഏതാ എടുത്തതെന്നുള്ളത്. എനിക്കറിയാം നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാവരും ഗസ് ചെയ്യുന്നുള്ളത്. ആ ഒരു ടിഷ്യൂ സാരി തന്നെ കേട്ടോ ഞാൻ എടുത്തത്. കാരണം എനിക്ക് അതിൻ്റെ കളറാണെങ്കിൽ ആ ഒരു കോൺട്രാസ്റ്റും ആ ഒരു ഫോളും എല്ലാം ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് അത് തന്നെ എടുക്കാം. ഞാൻ ഒരുപാട് സസ്പെൻസ് വെക്കണില്ല കേട്ടോ. ഞാൻ ഇത് തന്നെയാണ് സാരി എടുത്തത്. ഇങ്ങനത്തെ സാരി ടിഷ്യൂ സാരി എടുക്കുമ്പോൾ നമുക്ക് ടാസ്ക് എന്താണെന്ന് അറിയാമോ? എനിക്ക് സാറ്റിൻ സ്കേർട്ട് ഇഷ്ടമല്ല കേട്ടോ. പകരം ഞാൻ എടുക്കണതേ ഉണ്ടോ, ടിഷ്യൂവിൻ്റെ തന്നെ ഇതുപോലെ 120 രൂപയൊക്കെ മീറ്റർ വരുന്ന ഫാബ്രിക് കിട്ടും. ഇത് വെച്ചിട്ട് ഞാൻ ഫിഷ് കട്ട് സ്കേർട്ട് അടിക്കും. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടില്ലേ, നമ്മൾ ഭയങ്കര സീംലെസ് ആയിട്ട് സാരി ഉടുത്ത പോലെ ഉണ്ടാവും കേട്ടോ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ സാറ്റിനൊക്കെ വെക്കുകയാണെങ്കിൽ ഭയങ്കര ഷൈനിങ് ആയിട്ടൊക്കെ ഉണ്ടാവും. ഇത് ഓൾറെഡി ഷൈനിങ് ഉള്ള മെറ്റീരിയൽ, അപ്പോൾ എക്സ്ട്രാ നമ്മൾ സാറ്റിനും കൂടി വരികയാണെങ്കിൽ അത് ഭംഗി ഉണ്ടാവില്ല. പകരം നമ്മളിത് ഇതുപോലത്തെ ടിഷ്യൂ നോക്കിയേ ഫാബ്രിക് എൻ്റെ സാരിയുടെ പോലെ തന്നെ ഇല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ അണ്ടർ സ്കേർട്ട് അടിക്കാൻ പോണേ. അപ്പോൾ ഇത് ഞാൻ എടുക്കുക കേട്ടോ, ഒരു 3.5 മീറ്റർ അണ്ടർ സ്കേർട്ട് അടിക്കാൻ ഫിഷ് കട്ട്. നമ്മളിതേ അങ്ങനെ ഒരു വമ്പൻ സാരി പർച്ചേസ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ ടിഷ്യൂ സിൽക്കാണ് എടുത്ത, പ്യുവർ ടിഷ്യൂ സിൽക്കാണ്. അതിൻ്റെ ഫോളാണ് കേട്ടോ ഭയങ്കര അടിപൊളിയായിട്ടുള്ളത്. ഇത് തന്നെ ഒരു ലാവൻഡർ ഷെയ്ഡിലുള്ളതാണ് ഞാൻ എടുത്തത്. ഞാൻ നിങ്ങൾ കാണിച്ചു തന്നില്ല. ഇപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഉടുത്ത് നിൽക്കണ ഫോട്ടോയോ വീഡിയോ എന്തെങ്കിലും ഇവിടെ ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നോക്കാമല്ലോ. ഏകദേശം എനിക്കൊരു 9000 അടുത്തായിട്ടോ സാരി. കാര്യം വേറെ ഒന്നും അല്ലാതെ പ്യുവർ
എന്താണ് ടിഷ്യൂ, അത് തന്നെ പ്യുവർ ടിഷ്യൂ സിൽക്ക് ആയതുകൊണ്ട് തന്നെ ആ റേറ്റ് ഐസ് ആയിരിക്കും. പക്ഷേ വേർത്ത് ഇറ്റ് ആട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഫോളോ എല്ലാം നല്ലതാട്ടോ. ഇവൻ ഒരു ചെറിയൊരു നെക്ക് പീസ് ഇട്ടാൽ കൂടിയ സാരി തന്നെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, കാരണം ഒരു ഗോൾഡൻ ക്ലെയർ ഉള്ളതുകൊണ്ടിട്ട്. അപ്പോൾ അതാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. പിന്നെ ടിഷ്യൂ സാരി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക സാരി ഫോൾ വെക്കുക. എനിക്ക് ഇതിന് മുന്നേ ടിഷ്യൂ സാരി ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ജസ്റ്റ് നടന്നപ്പോഴത്തേക്കും അതിൻ്റെ എഡ്ജ് ഇങ്ങനെ കീറി വന്നു. അപ്പോൾ എപ്പോഴും സാരി ഫോൾ വെച്ചാൽ കുറച്ചും കൂടി അതിനൊരു കട്ടി കിട്ടാനായിട്ട് ഭയങ്കര നല്ലതാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള സാറ്റിനായിട്ടുള്ള അണ്ടർസ്കേർട്ട് ഇടാണ്ട് നല്ലൊരു ഗ്ലേസിങ് ഉള്ള മെറ്റീരിയൽ എടുത്ത് തയ്പ്പിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ പോയി തയ്പ്പിച്ച് നല്ല സാരിയൊക്കെ കൊടുക്കട്ടെ. കസിൻ്റെ കല്യാണത്തിന് ഞാൻ എന്തെങ്കിലും ഗെറ്റ് റെഡി വിത്ത് മീ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.